ഇപ്പൊ സർപ്രൈസിന്റെ കാലമാണ്. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഭർത്താവ് ഭാര്യനോട് പറയാണ്ട് വന്നിട്ട് ഞെട്ടിക്കൽ ബിരിയാണിന്റെ കാലല്ലേ, മുത്തുനബിന്റെ മദ്ഹായത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. ഈ വിഷയം അത്ര ബഹുമാനമുള്ളതായത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഭാര്യയോട് പറയാതെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരാൻ പാടില്ല. ഞെട്ടിച്ചാലും ശരി, ഞെട്ടിച്ചിട്ടില്ലെങ്കിലും ശരി, പറഞ്ഞിട്ട് വരണം എന്നാണ് മുത്തായ തങ്ങളുടെ വാക്ക്. മഹബത്തിന്റെ ഭാഗമായത് കൊണ്ട് പറയാണ്. വരാണ്ട് ഞെട്ടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് 10 ആളെ ലൈക്ക് കിട്ടി. നീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നോ? വിളിച്ചു പറയുമ്പോൾ ഭാര്യയോട് പറയണം, ഉമ്മയോട് പറയണം, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് എന്ന് പറയണം. അല്ലാണ്ട് വായിൽ ഓർക്കുമ്പോഴത്തേക്ക് മോൻ ഉമ്മ ഞെട്ടിച്ച്. അങ്ങനെ അല്ല വരേണ്ടത്, അങ്ങനെ അല്ല ശീലിക്കേണ്ടത്. കല്യാണം കഴിഞ്ഞ ദിവസം ഭർത്താവിന് ഭാര്യന്റെ വകയിൽ, ഭാര്യക്ക് ഭർത്താവിന്റെ വകയിൽ ഞെട്ടിക്കൽ ബിരിയാണി, ഞെട്ടിക്കൽ പായസം. പുതിയ കാലം, പുതിയ കോലം, പുതിയ ലോകം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആത്മീയത കൈവിട്ടു പോകരുത്. ഇരിക്കട്ടെ, ഞാൻ വിശദീകരിച്ചാ പിന്നെ എന്റെ വിഷയത്തിൽ നിന്ന് മാറുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവി അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ കാത്തിക്കാണ്. ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞത് ഒരു ഭാഷ, പുതിയ ഭാഷ ഉപയോഗിച്ചേ ഉള്ളൂ. ഒരു സന്തോഷം പറയാനാണ്. ഏത് പെണ്ണും ഭർത്താവിനോട് പറയാൻ താല്പര്യപ്പെടുന്ന ഒരു വാക്കാണത്. അല്ലാഹു നമുക്കൊക്കെ നല്ല മക്കളെ തരട്ടെ. മക്കളില്ലാത്തവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട്, പല നാട്ടൊന്നുമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ബിമദ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നല്ല ഖുർറത്തു ഐനായ മക്കളെ നൽകണേ അല്ലാഹ്. ആമിന ബീവി എന്തിനാ കാത്തു നിൽക്കുന്നറിയോ? വിശേഷമുണ്ട് എന്ന് പറയാനാണ്. ആരോട്? ഭർത്താവ് വരുമ്പോൾ നിങ്ങളൊരു ഉപ്പയാകുന്നു എന്ന സന്തോഷം അറിയിക്കാനാണ്. അതങ്ങനെയാ. ഏത് ഉമ്മയും കുഞ്ഞിന്, ചെറിയ മക്കളില്ലേ, 2 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 1 വയസ്സുള്ള കുഞ്ഞ്, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെയുള്ള കുട്ടി, പെണ്ണുങ്ങൾ പോയിട്ട് പറയാണ് കുട്ടീനെ എടുത്തിട്ട് ഇത് നിന്നെപ്പോലെ തന്നെ ഉണ്ടെന്ന്. ആരോട്? ഉമ്മാനോട്. ഉമ്മാക്ക് സന്തോഷാവും, കാരണം ഉമ്മാനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. പക്ഷേ വേറെ പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു ഇത് കുട്ടിന്റെ ഉപ്പാനെ പോലെ തന്നെ ഉണ്ടെന്ന്. എന്നാ പെണ്ണുങ്ങളെ കൽവിൽ ലഡു പൊട്ടും.